വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും ഇത് ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ +1 കയറിയതിന് ശേഷം ആദ്യമായിട്ട് എഴുതുന്ന ഒരു പരീക്ഷയാണ്. അപ്പം അതിൽ 30 മാർക്ക് മേടിക്കാനുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഓരോ മാർക്കും ഓരോ വെയിറ്റേജിനനുസരിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആൻഡ് ഇന്നത്തെ ലൈവിന്റെ കാര്യം മറക്കേ വേണ്ട, തകർപ്പൻ ഒരു ലൈവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ബോട്ടണി സുവോളജി സൂപ്പർ 60 ആയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം എല്ലാവരെയും തന്നെ നേരിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പം നേരെ ഇന്നിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. നമുക്ക് ബോട്ടണി എന്ന് പറയുന്നത് 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. കേട്ടല്ലോ, ആദ്യം തന്നെ മനസ്സിലാക്കുക, 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഈ 30 മാർക്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 മാർക്കിന്റെ ചോദ്യമുണ്ട്, അതുപോലെ 2 മാർക്കിന്റെ ചോദ്യമുണ്ട്, 3 മാർക്കിന്റെ ചോദ്യമുണ്ട്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് ഓർ ഓപ്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം തന്നിട്ടുണ്ട് പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് എന്ത്, മലേറിയ എന്ന് പറയുന്നത്. ആ സമയം ട്രിപ്പനോസോമ കോസ് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ട്രിപ്പനോസോമ കോസ് ചെയ്യുന്നത് ഏതാണ്, സ്ലീപ്പിംഗ് സിക്നെസ് ആണ് കേട്ടോ. സ്ലീപ്പിംഗ് സിക്നെസ് എന്നാണ് നമ്മൾ ആ രോഗാവസ്ഥനെ പറയാം. ഇനി രണ്ടാമത്തേതോ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ബൊവാൻ സ്പോഞ്ചിഫോഫ് എൻസെഫലോപ്പതീസ് കോസ്ഡ് ബൈ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, അതെ, പ്രയോൺസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പെട്ടെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ മോഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ബാക്ടീരിയ ഗിവൺ ബിലോ. ഇത് ഈ ഒരു ബാക്ടീരിയ പല രീതിയിൽ സെക്ഷലും കാണിക്കും, സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കാണിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെന്നാണ് നിങ്ങൾക്ക് അറിയാം. സെക്ഷൽ റീപ്രൊഡക്ഷന് നമ്മൾ പഠിക്കുന്നത് ഫിഷൻ അല്ലെങ്കിൽ ബൈനറി ഫിഷൻ ആണ്. ഫിഷൻ അല്ലെങ്കിൽ ബൈനറി ഫിഷൻ എന്ന് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി fill in the blank. A unicellular algae rich in protein used even by space traveler. സ്പേസ് ട്രാവലർ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് ഏതാണെന്നാണ് ചോദ്യം. അത് ഏത് ആൽഗയാണ്, ക്ലോറല്ലയാണ് കേട്ടോ, ക്ലോറല്ല. സ്പൈറുലിനെ നമ്മൾ യൂസ് ചെയ്യും. Then choose the correct answer. Male corn and female corn are born on different trees. നമ്മൾ ജിംനോസ്പം പഠിക്കുമ്പോൾ അറിയാം, ചില പ്ലാന്റില് മെയിലും ഫീമെയിലും ഒന്നിച്ച് കാണാം, ചിലതിൽ മെയിൽ വേറെ പ്ലാന്റിലും ഫീമെയിൽ വേറെ പ്ലാന്റിലും ആണ് കാണാൻ പറ്റുക. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കസ് ആണ്. വേർ മെയിൽ കോൺ ആൻഡ് ഫീമെയിൽ കോൺ ബോൺ ഓൺ ദ ഡിഫറെന്റ് ട്രീ, രണ്ടും വ്യത്യസ്ത ട്രീയിലാണ് വളരുന്നത് എങ്കിൽ അതിനാണ് അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സൈക്കസ് ആണ്. രണ്ടും ഒന്നിച്ചുള്ളതിന്റെ എക്സാമ്പിൾ ആണ് പൈനസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറൻഷിയേറ്റ് കീമോ ടാക്സോണമി ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമി. കീമോ ടാക്സോണമിയും ന്യൂമറിക്കൽ ടാക്സോണമിനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതിലുള്ള പോയിന്റ്സ് മിസ് കൊടുത്തിട്ടുണ്ട്. കീമോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓർഗാനിസം ബേസ്ഡ് ഓൺ ദി കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂയൻസ്. നമ്മുടെ സെല്ലിലെ ടിഷ്യൂസിൽ അടങ്ങി കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂയൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞാലോ ക്ലാസിഫിക്കേഷൻ ഓർഗാനിസം യൂസിങ് ന്യൂമറിക്കൽ മെത്തേഡ് ബേസ്ഡ്, അല്ല ന്യൂമറിക്കൽ മെത്തേഡ് ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ന്യൂമറിക്കൽ ടാക്സോണമി ചെയ്യുന്നത്. കീമോ ടാക്സോണമിയിൽ പ്രോട്ടീൻ, അമിനോ ആസിഡ്, ന്യൂക്ലിക് ആസിഡ് ഇതിന്റെ കമ്പോസിഷൻ നോക്കും. ആൻഡ് ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ഒബ്സർവബിൾ മോർഫോളജിക്കൽ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇവിടെ കീമോ ടാക്സോണമി ബയോ കെമിക്കൽ അനാലിസിസ് വരും. ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമ്മൾ നമ്പർ വെച്ച് സ്കോറിംഗ് ആണ് നടത്തുന്നത്. ഇവിടെ കീമോയിൽ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ന്യൂമറിക്കൽ ടാക്സോണമിയിൽ 100-ലധികം മോർഫോളജിക്കൽ ട്രൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത് എടുക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാക്ടീരിയ ഗ്രൂപ്പ്ഡ് അണ്ടർ 4 കാറ്റഗറി ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്, നെയിം ദ 4 ദം. ഈസി പീസി ക്വസ്റ്റ്യൻ ആണല്ലോ. ബാക്ടീരിയനെ നമുക്ക് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം അവരുടെ ഷേപ്പിനനുസരിച്ച്. അപ്പൊ അതിൽ ഒന്നാമത്തേതാണ് സ്പെറിക്കൽ കോക്കസ്, റോഡ് ഷേപ്ഡ് ബാസിലസ്, കോമ ഷേപ്ഡ് വിബ്രിയം ആൻഡ് സ്പൈറുലം. അപ്പൊ ആദ്യം ഈ വട്ടത്തിലുള്ള സ്പെറിക്കൽ ഷേപ്പിലുള്ളതിനെ നമ്മൾ പറയുന്നത് കൊക്കായി എന്നാണ്. ആൻഡ് ഇവിടെ റോഡ് ഷേപ്ഡ് ആയിട്ട് കാണുന്നതിനെ നമ്മൾ പറയുന്നത് എന്താ, ബാസില എന്നാണ്. അതേസമയം ഈ ഒരു സ്പൈറൽ ഷേപ്പിൽ കാണുന്നതാണ് സ്പൈറുല ആൻഡ് കോമ ഷേപ്പിൽ കാണുന്നതാണ് ദ വിബ്രിയോ എന്ന് പറയുന്നത്. അപ്പം ബാക്ടീരിയ നമ്മൾ ഈ രീതിയിലാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ ഇതാണ്, മാച്ച് ദ ഐറ്റംസ് ഓഫ് കോളം എ വിത്ത് ബി. പാരസൈറ്റസ്, സെപ്രോഫൈറ്റസ്, സിംപയോണ്ട്, മൈക്കോറൈസ. പാരസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്,
അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദി ഹോസ്റ്റ് ആൻഡ് കോസ് ഹാം ടു ദ ഹോസ്റ്റ് അല്ലെ. ഹോസ്റ്റിനെ നശിപ്പിക്കുന്ന രീതിയിൽ ന്യൂട്രീഷൻ എടുക്കുന്നതാണ് പാരസൈറ്റ്. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാലോ ഡെഡ് സബ്സ്ട്രേറ്റിൽ നിന്നുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നു. സിംബയോണ്ട് എന്ന് പറഞ്ഞാലോ മ്യൂച്വലി ബെനിഫിറ്റ് റിലേഷൻ ആണ്. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ഫംഗസ് ആൻഡ് റൂട്ട്സ് ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടിൽ ഫംഗസ് വളരുന്നു. ആ ഒരു റിലേഷനാണ് ഇത് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാം. ഓക്കെ. Plant group is known as amphibians of plant kingdom. Name the plant group, give reason. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ആംഫിബിയൻസ് എന്ന് പറയുന്നത് അല്ലേ? അത് നമ്മുടെ ബ്രയോഫൈറ്റ്സ് ആണ്. കാരണം they are amphibians because they are called amphibians because plants can live in soil but depend on water for sexual reproduction. അവർ ഇവിടെ ടെറസ്ട്രിയൽ പ്ലാന്റ് ആണെങ്കിൽ കൂടെ അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ വാട്ടർ എസെൻഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. ഡാംപ്, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് ലൊക്കാലിറ്റീസിലാണ് നമ്മൾ ഇവരെ കാണുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ദ സെക്ഷൽ ലൈഫ്. Based on habitat, Archaebacteria are divided into 3 groups. Name 3 groups and write group which are present in the gut of ruminant animal. ഇതേ ബാക്ടീരിയയിൽ ആർക്കിയോബാക്ടീരിയ നമ്മൾ 3 ആയിട്ട് കാണുന്നുണ്ട്. തെർമോ അസിഡോഫൈൽസ്, ഹാലോഫൈൽസ്, മെത്തനോജൻസ്. ഇതിൽ റുമിനന്റ് ആനിമൽസിന്റെ ഗട്ടിൽ കാണുന്ന മീത്തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മെത്തനോജൻസ് ആണ് കേട്ടോ. മെത്തനോജൻസ്. What does diatomaceous earth? Write its two use. Explain briefly. Prothallus. എന്താ മക്കളെ diatomaceous earth എന്ന് പറയുന്നത്? Diatoms have left behind large amount of cell wall deposit in their habitat. അല്ലെ, അതായത് കടലിന്റെ ഈ പറയുന്ന അടിത്തട്ടിലായിട്ട് അല്ലെങ്കിൽ ഇവർ ഫ്രീ ഡ്വെല്ലിംഗ് ആണ്, സർഫസ് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഡയറ്റംസ് ആണ്. പക്ഷെ ഇവരുടെ വാളിൽ നമുക്ക് സിലിക്ക ഡെപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ സിലിക്ക മെയ്ഡ് ആയിട്ടുള്ള വോളാണ്. ആ സിലിക്ക എന്ത് ചെയ്യുന്നു, കുറെ കാലം ഇവർ ഡെഡ് ആയി കഴിയുമ്പം ഈ സെൽ വോൾ എല്ലാം കൂടെ കടലിന്റെ അടുത്തട്ട് എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സോ അക്യുമുലേഷൻ ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇസ് റെഫർഡ് ടു ആസ് ഡയാറ്റോമീഷ്യസ് എർത്ത്. അല്ലെ, ഇങ്ങനെ കാലങ്ങളോളം ഇതിന്റെ അടുത്തട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് ഫോം പറയുന്നത്. ഡയാറ്റോമീഷ്യസ് എർത്ത് ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. പോളിഷിങ്ങിന് വേണ്ടിയിട്ടും ഫിൽട്രേഷൻ പ്രോസസ്സിന് നമ്മൾ ഇവരെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷനും കൂടെ ഓർത്തു വെക്കാം. 11th ക്വസ്റ്റ്യൻ. ദ സ്പോർ ക്വസ്റ്റ്യൻ നോക്കട്ടെ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ പ്രോത്താലസ്. ഡയറ്റോമീഷ്യസ് എർത്ത് യൂസസ് നമ്മൾ കണ്ടു. പ്രോത്താലസ് എന്താണെന്നാണ് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ. But spore germinate to give rise to inconspicuous, small but multicellular, free-living, mostly photosynthetic thalloid gametophyte called prothallus. അല്ലെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു ഇൻകോൺസ്പിക്യസ് ആയിട്ടുള്ള, വളരെ ചെറുതായിട്ടുള്ള, പക്ഷെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള, ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഗാമറ്റോഫൈറ്റിനെ കാണാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോത്താലസ് എന്ന്. ആൻഡ് ദീസ് ഗാമറ്റോഫൈറ്റ് റിക്വയർ കൂൾ ഡാം ഷെയ്ഡി സ്പേസ്. കൂൾ ആയിട്ടുള്ള ഡാം ഷെയ്ഡി പ്ലേസ് ആണ് ഇവർക്ക് വേണ്ടത്. ആൻഡ് നീഡ് ഫോർ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ, സ്പ്രെഡ് ഓഫ് ലിവിംഗ് ടെറിഡോഫൈറ്റ്സ് ലിമിറ്റഡ്, റെസ്ട്രിക്റ്റഡ് ടു നാരോ ജോഗ്രഫിക്കൽ റീജ്. അപ്പൊ ഇതാണ് പ്രോത്താലസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കണേ. ഹെട്രോസ്പോറി ലീഡ് ടു സീഡ് ഹാബിറ്റ് ജസ്റ്റിഫൈ. ശരിയാണല്ലോ. പ്രൊഡക്ഷൻ ഓഫ് 2 ടൈപ്പ് ഓഫ് സ്പോർ ആണ് ഹെട്രോസ്പോറി നമ്മൾ പറയുന്നത്. ലാർജും ഉണ്ട്, സ്മോളും ഉണ്ട്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് റിട്ടൈൻഡ് ഓൺ ദി പാരന്റ് സ്പോറോഫൈറ്റ്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് പാരന്റിൽ തന്നെ റിട്ടൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് വേരിയബിൾ പീരിയഡിൽ. ദിസ് ഇസ് ദ പ്രിക്കർസ് ഓഫ് സീഡ് ഹാബിറ്റ്. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം, സീഡ് ഹാബിറ്റിന്റെ പ്രിക്കർസർ ആയിട്ട് പറയാവുന്നതാണ്. പ്ലാന്റ് ഗ്രൂപ്പ് ബെയർ നേക്കഡ് സീഡ്. ഐഡന്റിഫൈ ദ പ്ലാന്റ് ഗ്രൂപ്പ്, ഗിവ് റീസൺ ഫോർ പ്രൊഡക്ഷൻ ഓഫ് നേക്കഡ് സീഡ്. നേക്കഡ് സീഡ് ആരാണ്? ജിംനോസ്പേം. ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് അവരെ വിളിക്കുന്നത്? സീഡ് എക്സ്പോസ്ഡ്, അല്ലെങ്കിൽ ഒവ്യൂളിനെ കവർ ചെയ്ത് ഓവറി ഇല്ല. ഒവ്യൂൾസ് ഓർ സീഡ് നോട്ട് എൻക്ലോസ്ഡ് ബൈ എനി ഓവറി വാൾ. അതാണ് നമ്മളിവിടെ ജിംനോസ്പേംസിനെ പറയുന്നത്. Who proposed artificial system of classification? Write the criteria used for this classification. ആരാണ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ കണ്ടെത്തിയത്? അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നാണ്. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാൾ ലിനീസ്. നിങ്ങൾ പൊതുവെ ഫൈക്കിന്റെ മാത്രമേ ഓർക്കുള്ളൂ, പക്ഷേ ഈ ഒരു ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ ആലോചിച്ച് പഠിക്കണേ. സിസ്റ്റം എന്താ ചെയ്തത്? ലിമിറ്റഡ് നമ്പർ ഓഫ് ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്, പ്രൈമറി മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഫ്ലവർ സ്ട്രക്ചർ ആൻഡ് നമ്പർ ഓഫ് സ്റ്റേമെൻസ് ആണ് നോക്കിയിട്ടുള്ളത്. അപ്പം ഇത് നോക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ആരെ? കാൾ ലിനീസ് എന്ന് പറയുന്നത്. ഇനിയപ്പോ നമുക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ 1 മാർക്ക് 2 മാർക്ക് എങ്ങനെയാ ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലായല്ലോ. എത്ര പോയിന്റ്സ് വേണം എഴുതാനെന്ന് നിങ്ങൾക്ക് കിട്ടിയല്ലോ. 3 മാർക്കിന് നോക്കിയേ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 3 മാർക്കിൽ ചോദിക്കാറുള്ളതാണ്. അപ്പൊ നോക്കിയേ, നെയിം ദ പ്ലാന്റ് ആൻഡ് പ്ലാന്റ് ഗ്രൂപ്പ്. സംഭവം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയോ ഉണ്ടെന്ന് ഓർമ്മ കിട്ടും, പക്ഷെ ഇതാരാണെന്ന് പിടികിട്ടില്ല അല്ലെ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പിക്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ബോട്ടണി സ്റ്റുഡൻസ് ആണ്, സുവോളജി സ്റ്റുഡൻസ് ആണ്, ഡയഗ്രാംസ് നിർബന്ധമായിട്ടാണ് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. എല്ലാ ഡയഗ്രാംസും പഠിച്ചിട്ട് വേണേ പോകാൻ. ഈ തന്നിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഫ്യൂനേറിയ അല്ലെ, മോസസ് ഇൻ ബ്രയോഫൈറ്റിലുള്ള ഫ്യൂനേറിയന്റെ പിക്ചർ ആണ്.
Write two difference between sporophyte and gametophyte of this plant. ഈ പ്ലാന്റിനെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് കണ്ടീഷനിലാണുള്ളത്, ഫുൾ സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ട്, സ്പോർ പ്രൊഡ്യൂസിങ് ജനറേഷൻ ആണ്, ഡിപ്പെൻഡ് ഓൺ ദി ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റ് ഡിപ്പെൻഡഡ് ആണ്. ആ ടൈമിൽ ഹാപ്ലോയിഡ് ഗമേറ്റ് പ്രൊഡ്യൂസിങ് ജനറേഷൻ ആണ് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഡോമിനന്റ് മോർ പ്രോമിനന്റ് സ്റ്റേജ്. ഫ്യൂനറിയിൽ ഡോമിനന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഗാമറ്റോഫൈറ്റ് ആണ്. ഹാപ്ലോയിഡ് ഗമേറ്റ്സ് ആണ് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Who proposed five kingdom classification? Name the five kingdoms. R.H. Whittaker ആണ് five kingdom classification propose ചെയ്തത്. Kingdom Monera, Protista, Fungi, Plantae and Animalia. 17ാമത്തെ നോക്കി, observe the table filling the blanks. Name of the algal classes, cell wall, stored food. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡോഫൈസി ആണ് ആദ്യം ഉള്ളത്. റെഡോഫൈസിയിൽ നമുക്ക് കാണാൻ പറ്റും റെഡ് ആൽഗയാണ്. റെഡ് ആൽഗയിൽ സെൽ വോൾ, സെല്ലുലോസ്, പെക്റ്റിൻ, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ആണ്. സ്റ്റോർഡ് ഫുഡ് ഏതാണ്? നമുക്കറിയാം ഫ്ലോറിഡയും സ്റ്റാർച്ച് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തേത് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർച്ച് ആണ് സ്റ്റോർഡ് ഫുഡ്. അപ്പൊ നമുക്കറിയാം ഏതാണ്? ക്ലോറോഫൈസി ആണ്. സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് വെച്ചിട്ടുമാണ്. ഇനി മാനിറ്റോൾ ലാമിനാരം കാണുന്നത് നമ്മുടെ ബ്രൗൺ ആൽഗയിലാണ്, ദാറ്റ് ഇസ് ഫിയോഫൈസിയെ. സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് ആൽജിൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം സെൽ വോൾ, സെല്ലോഡ് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതെന്തായാലും വരുന്നതാണ്. അതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതെന്തായാലും ക്വസ്റ്റ്യൻ വരും. Kingdom Protista is divided into 5 groups. Name them. Name the group in which amoeba is included. Protistയിൽ നമുക്ക് കാണാൻ പറ്റും 5 groups ഉണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യുഗ്ലിനോയിഡ്, സ്ലൈം മോൾഡ്, പ്രൊട്ടോസോൺസ് അല്ലെ. ഇനി നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച് അമീബ ഇസ് ഇൻക്ലൂഡ് ആണ്. അമീബ എവിടെയാണ്? പ്രോട്ടോസോവൻസിലാണ്. അമീബോയിഡ് പ്രോട്ടോസോൺസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ കോൺസെപ്റ്റ് വെച്ച് പഠിക്കുന്നത് വൈകിട്ട് ലൈവിലാണ്. അപ്പൊ എല്ലാവരും ഫ്രണ്ട്സിനെ കൂടി ലൈവിൽ വരിക. തകർപ്പനായിട്ട് തന്നെ നമ്മൾ പഠിക്കും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏത് ഭാഗമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഫ്രീഡം ഓഫർ സ്റ്റിൽ ഇസ് ഗോയിങ് ഓൺ. സോ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.